അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ഡെമോക്രാറ്റുകൾക്കിടയിൽ ശക്തമാകുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി ബൈഡൻ. പിന്മാറാനില്ല എന്നും മത്സരരംഗത്തുണ്ടാകുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. സജിമോൻ ആന്റണി ചേരുന്നു. സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ് ഫ്രം കേരള. സോ എന്താണ് ഈ ഡെമോക്രാറ്റുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം? എന്താണ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ വ്യാഴാഴ്ച ലോകമാകമാനം, പ്രത്യേകിച്ച് അമേരിക്കയിൽ ജനത ഒന്നടങ്കം കാത്തിരുന്ന ഒരു ഡിബേറ്റ് ആയിരുന്നു പ്രസിഡന്റ് ബൈഡനും അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടു ഭാഗത്തുനിന്നും നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: ഒരു കൺവിക്റ്റഡ് ഫെലഡായ ട്രംപിനെ ആണോ ഇലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒക്ടോജനറൽ 82 വയസ്സായ അല്ലെങ്കിൽ വളരെയധികം വയോധികനായ ഒരു പ്രസിഡന്റ് ജോ ബൈഡനെയാണോ ഇലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും പ്രത്യേകിച്ച് ആൻസർ ഒന്നും ഇല്ല. എന്നാൽ രണ്ടു പാർട്ടിയും ഇതുവരെ അവരുടെ പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റിന്റെ പുറകിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് ഡെമോക്രാറ്റുകളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഡിബേറ്റിൽ ഉണ്ടായത്. അപ്പൊ അതൊരു വലിയൊരു റൂമാണ് അത് ഓപ്പൺ ആയിരിക്കുന്നത്. ഡെമോക്രാറ്റുകൾക്ക് ഇടയിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും ഇപ്പൊ ഈ ചർച്ച ഇവിടെ അമേരിക്കയിൽ വളരെയധികം വ്യാപകമാണ്. പ്രസിഡന്റ് ബൈഡൻ പിന്മാറുകയോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ കൃത്യമായ ഒരു ആൻസർ പറയാനായിട്ട് ഇന്ന് ഞാൻ അറിഞ്ഞത് അവിടെ ക്യാമ്പ് ഡേവിഡിൽ പ്രസിഡന്റ് ബൈഡനും ബൈഡന്റെ ഫാമിലിയും ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അവര് ഫാമിലിയിൽ ആ കാര്യം ഡിസ്കസ് ചെയ്യും, അതിനുശേഷം പാർട്ടിയിലേക്ക് അറിയിക്കും. അൺഒഫീഷ്യലി ഇതെല്ലാം അൺഒഫീഷ്യൽ ടോക്കുകളാണ്. എന്നാൽ ബൈഡൻ വൈറ്റ് ഹൗസ് പറയുന്നത് ബൈഡൻ ഒരു കാരണവശാലും പിന്നോട്ട് പോകത്തില്ല, അതൊരു വൺ ടൈം ഇൻസിഡന്റ് ആയിരുന്നു. അന്ന് ബൈഡൻ ആരോഗ്യസ്ഥിതി വളരെ നല്ലതല്ലായിരുന്നു അന്ന്. അങ്ങനെയുള്ള പല റീസൺസുകളും PR വർക്കിലൂടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് മുന്നേക്ക് വിടുന്നുണ്ട്, പത്രവാർത്തകളിലേക്ക് വിടുന്നുണ്ട്. എന്നാൽ ഡെമോക്രാറ്റുകളും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരും ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യത്തിന് എന്തുമാത്രം പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി അല്ലെങ്കിൽ ലീഗലി ആൻസർ യെസ് ആണ്. കാരണം ഓഗസ്റ്റ് 19, 2024 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാർട്ടി കൺവെൻഷൻ ചിക്കാഗോയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അന്നാണ് ഒഫീഷ്യലി അവരുടെ കാൻഡിഡേറ്റിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതുവരെ കാൻഡിഡേറ്റിനെ അവർക്ക് മാറ്റാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ സമയമുണ്ട്, ലേറ്റ് ആണ്. എന്നാലും ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ട്രംപിനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതിന് എന്തുമാത്രം ട്രാക്ഷൻ കിട്ടുമെന്ന് ഈ വരും നിമിഷങ്ങളിൽ അല്ല വരും മണിക്കൂറുകൾ അല്ല വരും ദിവസങ്ങൾ അതിന്റെ ആൻസർ പറയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. എന്നാലും വലിയ പ്രതീക്ഷ എന്താണ് എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്നറിയേണ്ടത്. സജീവൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ മറ്റൊരു പകരക്കാരൻ ആരാണ് എന്നുള്ള ഒരു കാര്യം കൂടിയില്ലേ? അതിൽ ഉയർന്നു വരുന്ന പേരുകൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് ഉയർന്നു വരുന്ന പേര് കാലിഫോർണിയയുടെ ഗവർണറാണ്. അതുപോലെ തന്നെ അതോടൊപ്പം ന്യൂയോർക്ക് ഗവർണറുടെ കാര്യം വരുന്നുണ്ട്, മിഷിഗൺ ഗവർണറുടെ കാര്യം വരുന്നുണ്ട്. അങ്ങനെ 3-4 പേരുകളാണ് പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ക്യാമ്പയിൻ ഒരു സ്ട്രാറ്റജി വൈസിൽ ആൻസർ പലരും പറയുന്നത് ഫ്ലിപ്പ് സ്റ്റേറ്റ് ആയ, അതായത് ഈ 5-6 സ്റ്റേറ്റുകളാണ് അമേരിക്കയിലെ ഇലക്ഷന്റെ ഒരു അൾട്ടിമേറ്റ് ഫലം ഡിസൈഡ് ചെയ്യുന്നത്. അത് പെൻസിൽവേനിയ, അതുപോലെ തന്നെ മിഷിഗൺ, അതുപോലെ തന്നെ ആരിസോണ, ജോർജിയ എങ്ങനെയുള്ള സ്റ്റേറ്റുകളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് ഏത് പാർട്ടിയിലേക്ക് ചേരുന്നോ, ഏത് ഇലക്ട്രൽ വോട്ട് ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രൽ വോട്ട് കിട്ടുന്നോ അതനുസരിച്ചാണ് ഇവിടുത്തെ പ്രസിഡന്റിന്റെ ഒരു റിസൾട്ട് വരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പെൻസിൽവേനിയ ഗവർണറുടെ ഒരു പേര് വളരെയധികം മിന്നൽ കേൾക്കുന്നുണ്ട്. അതിന്റെ റീസൺസ് ഉണ്ട്. ഈ ഒരു ലാസ്റ്റ് മൂവ്മെന്റുള്ള ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ടൈം എന്നുള്ളൊരു ഒരു പേര് വരികയാണെങ്കിൽ അതിന് കൂടുതൽ ട്രാക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെൻസിൽവേനിയ ഗവർണർ മിസ്റ്റർ ഷപ്പീറോയുടെ പേര് മിന്നു വരുന്നുണ്ട്. കാരണം അദ്ദേഹം ആദ്യത്തെ ഒരു യഹൂദനാണ്. യഹൂദ വംശത്തിൽ നിന്ന് ആരും ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തേത് അതൊരു ഫ്ലിപ്പ് സ്റ്റേറ്റ് ആണ്. അത് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. അപ്പം അവിടുന്ന് ഒരു സ്റ്റേറ്റ് ഒരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പെൻസിൽവേനിയ കഴിഞ്ഞുള്ള തൊട്ടടുത്ത സ്റ്റേറ്റുകളാണ് ഈ പറഞ്ഞ മിഷിഗണും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് അവിടെയും ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഒഫീഷ്യൽ അല്ല, ഇതെല്ലാം അൺഒഫീഷ്യൽ ചർച്ചകളാണ്. ഏതായാലും അമേരിക്കയിലെ ഇതൊരു വലിയൊരു ഡിബേറ്റ് ആണ്, വലിയൊരു സംസാര വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ബൈഡൻ ഒരു മോശമായ പ്രസിഡന്റ് ആണ് എന്നതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പ്രായം 82 ആയി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മെമ്മറി ശക്തിയും കാര്യങ്ങളും ഒക്കെ ഇപ്പം പഴയ പോലെ ഇല്ല. അപ്പൊ ഇനി വരുമ്പോൾ
പറയുമ്പോൾ 82 പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അടുത്ത 4 വർഷം എന്ന് പറയുമ്പോൾ 86 വർഷമാണ്. അപ്പൊ അതൊരു വലിയൊരു ചലഞ്ചാണ് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു പ്രസിഡന്റിന്റെ പുറകിൽ ട്രംപിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട്. ഏതായാലും ഇതൊരു പുതിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഒരു പുതിയ ചർച്ചാ വിഷയമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനൊരു തീർച്ചയായും ഒരു ആൻസർ കിട്ടിയേക്കാം. പാർട്ടികൾക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോണക്ക് തന്നെ ഏകദേശം 1.5 മാസം അല്ലെ 1 മാസവും 20 ദിവസവും ഇനിയും ബാക്കിയുണ്ട്. ഓഗസ്റ്റ് 19 വരെ അവർക്ക് മാറ്റാം. കാര്യം ഈ പ്രൈമറി ഇലക്ഷന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിലും അമേരിക്കയിൽ ഓൾറെഡി കഴിഞ്ഞു. പ്രസിഡന്റ് ട്രംപിനെ വളരെ വൻ മാർജിനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും പ്രസിഡന്റ് ബൈഡനെ വൻ മാർജിനിൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ഓൾറെഡി ഇലക്ട് ചെയ്തു. എന്നാൽ അതിന്റെ ഫോർമാലിറ്റി കംപ്ലീറ്റ് ആവണമെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലും രണ്ടിടത്തും ആ കൺവെൻഷൻ പൂർത്തിയാകണം. ആ കൺവെൻഷനിലുള്ള ഡിക്ലറേഷനും സർട്ടിഫിക്കേഷനുമാണ് ആ ഇതുവരെയുള്ള ഇലക്ഷന്റെ ഇതിനെ പ്രൊസീജിയറിനെ എല്ലാം ഒഫീഷ്യൽ ആക്കുന്നത് അല്ലെ ഒഫീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓഗസ്റ്റ് 19 വരെ ഏതായാലും സമയമുണ്ട്. അത് സമയക്കുറവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയക്കുറവാണ്. കാരണം മറ്റ് ക്യാമ്പയിനൊക്കെ ഏകദേശം 1 വർഷത്തിന് മുമ്പ് ക്യാമ്പയിൻ തുടങ്ങി വളരെയധികം മുന്നിലാണ്, അല്ലെ കട്ടയ്ക്കാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ഷന് 2% അല്ലെ 2 to 5% മാർജിനിലാണ് ഇതൊക്കെ വിൻ ആൻഡ് ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 2 to 5% ട്രാക്ഷന് എങ്ങോട്ട് പോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് ബൈഡന് ഇപ്പൊ ഒരു ട്രംപിന്റെ ഈ കൺവിക്റ്റഡ് ആകുന്നതിന് മുമ്പ് ട്രംപ് പുറകിലായിരുന്നു. കൺവിക്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം ട്രംപ് ബൈഡന്റെ മിന്നൽ വന്നു, 2 to 3% മിന്നൽ വന്നു. അപ്പൊ അത് തന്നെ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം വളരെയധികം ആൾക്കാർ അമേരിക്കയിൽ ചിന്തിക്കുന്നുണ്ട് ട്രംപിന് ഒരു പൊളിറ്റിക്സൈസ് ചെയ്ത് ടൂ മച്ച് അതിനകത്ത് ഒരു ഗ്യാസ് കൊടുത്ത് അങ്ങനെ ഒരു വിക്ടിമൈസ് ആവുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഒന്ന്. അപ്പൊ അതിനൊരു വിക്ടിം കാർഡ് കളിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ക്യാമ്പയിന് ഒത്തിരി ഫണ്ട് റേസ് ചെയ്യും, ബൈഡനെ ബീറ്റ് ചെയ്യുക, അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈവൻ ദോ തെറ്റ് ചെയ്ത് ട്രംപാണ് എങ്കിൽ പോലും അതിന്റെ കുറ്റം മുഴുവനും ബൈഡൻ അഡ്മിനിസ്ട്രേറ്റർ മേളിൽ ചുമത്തിക്കൊണ്ട് ആ ഒരു വിക്ടിമൈസേഷൻ, ആ ഒരു ക്യാരക്ടറൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ താങ്ക് യു സോ മച്ച് സജിമോൻ. നമുക്ക് വിശദമായി ഇനിയും നമുക്ക് സംസാരിക്കാം. എന്നാലും ഒരുപാട് നന്ദി അമേരിക്കയിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്നതിന്. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർത്തി